ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വിഷു ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന്. സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഹെയർ ബാൻഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. നിങ്ങളിൽ പലരും നമ്മുടെ ഹോൾ വീഡിയോയിൽ ചോദിച്ച പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസൊക്കെ ഞാൻ ക്ലെൻസ് ചെയ്തു. ഡെർമാവേവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ക്ലെൻസ് ചെയ്തത്. മേക്കപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആയിട്ട് ഈ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യാറുള്ളത്. അതിനുശേഷം ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് യൂസ് ചെയ്യാറുള്ളത്. മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. നല്ലൊരു മോയ്സ്ചറൈസറാണിത്, നല്ലൊരു ബേസാണ് കേട്ടോ മേക്കപ്പിന്. മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫേസിൽ മാത്രമല്ല നെക്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുവഴി നമ്മുടെ ഫേസിലെ ഗ്ലോ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണ്. ജ്യൂസി കെമിസ്ട്രിയുടെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നല്ലൊരു ലിപ് ബാമാണ്, എസ്പെഷ്യലി പിഗ്മെൻറ്റഡ് ലിപ്സ് ഉള്ളവർക്ക് നല്ലൊരു ലിപ് ബാമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആണെങ്കിലും ഈ ഒരു ലിപ് ബാം നല്ലതാണ് കേട്ടോ. പ്രൈമർ ഇടാതെ ഡയറക്റ്റ് തന്നെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. കാരണം മോയ്സ്ചറൈസർ എനിക്ക് പ്രൈമറിൻ്റെ ഒരു ബേസ് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. മെബിലിൻ ഫിറ്റ്മിയുടെ 2 ഫൗണ്ടേഷൻ, ഒന്ന് മീഡിയം കവറേജ് തരുന്നതും ഒന്ന് ഫുൾ കവറേജ് തരുന്നതുമാണ്. അപ്പോൾ ഒന്ന് ഷെയ്ഡ് വന്നിട്ട് 120, മറ്റേത് 220 ആണ്. 220 എൻ്റെ ഷെയ്ഡേ അല്ല, എൻ്റെ സ്കിന്നിനെ ഡാർക്ക് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. അത് ഫുൾ കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാമെന്ന്. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. എൻ്റെ സ്കിന്നിപ്പോൾ നല്ലോണം ടാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് എൻ്റെ സ്കിന്നിന് ലൈറ്റായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ഷെയ്ഡ് ലൈറ്റായിട്ടാണ് കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ, പിന്നെ അത് സെറ്റായി വരുന്നുണ്ട്. ഓക്സിഡൈസ് ചെയ്തിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കുറച്ച് ലൈറ്റായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം ഐബ്രോസ് വരയാൻ വേണ്ടിയിട്ട് നമ്മൾ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഐബ്രോ പെൻസിലാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നല്ലൊരു ഐബ്രോ പെൻസിലാണ്, നന്നായിട്ട് വരയാൻ പറ്റും. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലിടാം. കാരണം എനിക്ക് ഓരോന്നിൻ്റെയും ഷെയ്ഡും ഇതൊക്കെ മറന്നുപോയി. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടാവും, പിന്നെ എനിക്ക് മറന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ലിങ്ക്, പ്രൊഡക്റ്റുകളുടെ ലിങ്ക്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് മെബിലിൻ ഫിറ്റ്മിയുടെ മാറ്റ് പോർലെസ് കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡും 120 ആണ്. ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ണിന് ചുറ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ആ ഒരു ഏരിയ എനിക്ക് വേർക്കും, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയാണ് എപ്പോഴും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും ഇതിൽ ബാക്കിയുള്ള പൗഡർ കൊണ്ട് ഫുൾ ഫേസ് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. കാരണം എൻ്റെ സ്കിന്ന് കോമ്പിനേഷനാണ്. ഈ ഫൗണ്ടേഷൻ എനിക്ക് കുറച്ചൊന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതിന് മേലെ കോമ്പാക്റ്റും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളേലും ഡ്രൈ ആവും. നെക്സ്റ്റ് ഐ മേക്കപ്പാണ്. അപ്പോൾ കാജലിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മാമാഅർത്തിൻ്റെ കാജലാണ്. എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ലൊരു കാജലാണ്, നല്ല ബോൾഡായിട്ടിരിക്കും, ലോങ് ലാസ്റ്റ് ചെയ്യും, സ്പ്രെഡ് ആവില്ല. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കാസ്റ്റർ ഓയിലും വൈറ്റമിൻ ഇ ഒക്കെയാണ്. അതൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലതാണ്. നല്ല കാജലാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പം ഞാൻ എപ്പോഴും ഈ ഒരു കാജൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ കൊളോസൽ ഐലൈനറാണ്. നല്ല ഐലൈനറാണ്, ലോങ് ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫാണ്. നമുക്ക് വിങ് ഐലൈനറൊക്കെ എന്താ പറയുക, ഈസി ആയിട്ട് വരയാൻ പറ്റും. ആക്ച്വലി ലിപ്സ്റ്റിക് എടുത്തിട്ട് ഐ ഷാഡോ പോലൊക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഐലൈനറൊക്കെ ഇട്ടതിന് ശേഷമാണ് എനിക്കിതൊക്കെ ഓർമ്മ വന്നത്. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അതിനുശേഷം മസ്കാര ആയിട്ട് യൂസ് ചെയ്തത് മെബിലിൻ്റെ കൊളോസൽ മസ്കാരയാണ്. ഇതും ബിഗിനേഴ്സിന് പറ്റിയൊരു മസ്കാരയാണ്. നല്ലൊരു മസ്കാരയാണ്, അത്യാവശ്യം വോളിയം തരുന്ന മസ്കാരയാണ്. ശരിക്കും പറഞ്ഞാൽ മെബിലിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ബിഗിനേഴ്സ് റേഞ്ചിലുള്ളതാണ്. കാരണം റേറ്റും കുറവാണ്, അഫോർഡബിളാണ്, പിന്നെ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഓൺലൈൻ അല്ലാതെ പുറത്തും സ്റ്റോഴ്സിലൊക്കെ നമുക്ക് കിട്ടാനും ഉണ്ട്. അതിനുശേഷം നമ്മൾ ലാക്മിയുടെ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇത് മാറ്റ് ലിപ്സ്റ്റിക്കാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. എനിക്കിതിൻ്റെ കളറൊക്കെ ഒരുപാട് ഇഷ്ടമായി. ഒരു റെഡിഷ് മെറൂൺ ആണ് ഇതിൻ്റെ കളറ്. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തു. പിന്നെ നമ്മളൊരു കുഞ്ഞു പൊട്ട് തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട് ഇങ്ങനത്തെ കളക്ഷൻ, ഇങ്ങനെ പല കളറുകളിലുള്ള ചെറിയ പൊട്ടുകൾ. നമുക്ക് എന്താ പറയുക,
ചിലപ്പോൾ നമുക്ക് തോന്നും ഡ്രസ്സിനനുസരിച്ച് പൊട്ട് തൊടണം, അപ്പോൾ അങ്ങനെ ആകുമ്പം ഇത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബോക്സിൽ ഇട്ട് വെച്ചതാണ് എല്ലാ പൊട്ടും കൂടെ. അപ്പോൾ നമ്മൾ ചെറിയൊരു റെഡ് കളറിലുള്ള പൊട്ടാണ് എടുത്തത്. ജൂഡ ഹെയർ ബണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹെയറൊക്കെ ഇപ്രാവശ്യം സെറ്റ് ചെയ്യാമെന്നൊക്കെ നേരത്തെ പ്ലാൻ ഇട്ടിരുന്നതാണ്. എന്നിട്ടൊരു ഹെയർ ബണ്ണ് ഓർഡർ ചെയ്തു. കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് അത് സംഭവം മെസ്സി ബണ്ണാണെന്ന്. അപ്പോൾ വിചാരിച്ച് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇനി ഞാൻ കമ്മലിടുകയാണ്. ഈ ഒരു കമ്മൽ നമ്മൾ മുന്നേ ഒരു ഹോൾ വീഡിയോയിൽ യൂസ് ചെയ്തിരുന്നു, പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് എന്തായാലും ഉണ്ടാവും. നല്ല കമ്മലാണ് കേട്ടോ, നല്ല പിങ്ക് കളറിലുള്ള നല്ലൊരു കമ്മൽ, കൂടാതെ പേളുകളും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് പോകുന്ന സമയത്ത്, കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കമ്മലാണ്, നല്ലൊരു ജുംക്കയാണ്. ആർട്ടിഫിഷ്യൽ ഹെയർ ബണ്ണൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ബണ്ണ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മുടിയൊന്ന് കെട്ടുകയാണ്, പുറകോട്ടെടുത്തിട്ട് നമ്മുടേതായ രീതിയിൽ ഒരു ചെറിയൊരു ബണ്ണ്, ചെറിയൊരു നാച്ചുറലായിട്ടുള്ളൊരു മെസ്സി ബണ്ണ് നമ്മൾ ചെറിയൊരു ഇതില്ലേ, എന്തായാലും പറയാം, ഇതാണ് ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് വായിലൊന്നും വരില്ല. അല്ലാത്ത സമയത്ത് ക്ലിപ്പിൻ്റെ പേര് വരെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു റബ്ബർ ബാൻഡ് ടൈപ്പ് ക്ലിപ്പില്ലേ, ഇലാസ്റ്റിക്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതിനെ ടൈ ചെയ്യുകയാണ് നല്ലോണം. മുല്ലപ്പൂ വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് പുറത്ത് പോയപ്പോൾ അതും മറന്നുപോയി. അപ്പോൾ മുല്ലപ്പൂ നമ്മുടെ കയ്യിലില്ല, പകരം നമ്മളൊരു ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് കാണിക്കാം. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ ഒരു ഹെയർ ബണ്ണ് കെട്ടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് ഓക്കെ ആണല്ലോ, ഇത് തന്നെ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ പുറകിൽ എനിക്ക് കാണിക്കാൻ വിട്ടു കേട്ടോ, എന്നാലും സൈഡിൽ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു നാച്ചുറൽ ഹെയർ ബൺ. ഈ ഒരു ഫ്ലവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് റെഡ് കളർ, റെഡല്ല, ഒരു റെഡിഷ് മെറൂൺ ആണെങ്കിലും നമ്മൾ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലുതായപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. പണ്ട് കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മുല്ലപ്പൂവൊക്കെ യൂസ് ചെയ്തിരുന്നു, ഇപ്പോഴും അതൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ മുടിയൊക്കെ എടുത്തിട്ട് കുറച്ച് സ്റ്റൈലൊന്ന് കുറച്ച് കൂട്ടുകയാണ് നമ്മൾ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളകളാണ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബാംഗിൾസ്, നല്ല വളകളാണ് കേട്ടോ. ഇങ്ങനെ പേള്, കുറച്ച് കളറുള്ള മുത്തുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഒറ്റയായിട്ട് ഇടുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടാവും. എസ്പെഷ്യലി ഇതുപോലെയുള്ള എത്നിക് വെയറിൻ്റെ കൂടെ, അതുപോലെ സാരീസിൻ്റെ ഒക്കെ കൂടെ നന്നായിട്ട് പോകും. അതിനുശേഷം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് റിംഗ് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം ഇതിൻ്റെ കൂടെ മാച്ചായി പോകുന്നതാണ്. ഈ ഒരു ക്രീം കളർ സ്യൂട്ടിൻ്റെ കൂടെ മാച്ചായി പോകുന്നതാണ്. പിന്നെ നമ്മൾ സിന്ദൂറായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മി സിന്ദൂറാണ്. അതിൻ്റെ റെഡ് കളറാണ്, ആ ഒരു പൊട്ടിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. നല്ല സിന്ദൂറാണ് കേട്ടോ, ലിക്വിഡ് സിന്ദൂറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു ലുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തവണ ചെയ്തത്. ഇനി ഇതൊന്ന് പൂർണ്ണമാവാൻ വേണ്ടിയിട്ട് നമുക്ക് ദുപ്പട്ട വേണം, കാരണം ഈ ഒരു സെറ്റിൻ്റെ കൂടെ നമുക്ക് ദുപ്പട്ട കൂടെ കിട്ടാനുണ്ട്. സാധാരണ സെറ്റ് സാരിയുടെ ഒക്കെ മോഡൽ ദുപ്പട്ടയാണ് കിട്ടുന്നത്. ഇത് നമ്മൾ മുന്നേ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ മുന്നേ ഉള്ള ഹോൾ വീഡിയോയിൽ വിഷു ഡ്രസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഹോൾ വീഡിയോ ഉണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ആമസോണിൽ കാണിക്കുന്നത് ഈ ഒരു ദുപ്പട്ടയല്ല, കോഫി ബ്രൗണിലുള്ള ഗോൾഡൻ പ്രിൻ്റൊക്കെ ഉള്ള വേറൊരു ദുപ്പട്ടയാണ്. പക്ഷേ എനിക്ക് അവർ അയച്ചു തന്നത് ഇതാണ് കേട്ടോ. പക്ഷേ ഇതെനിക്ക് മാച്ചായിട്ട് തോന്നി, ഞാനിത് റിട്ടേൺ ഒന്നും ചെയ്തില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വിഷുവൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക. ഫെസ്റ്റിവൽസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുക അതിൻ്റെ മഹത്വവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസിക്കുന്നു, എൻ്റെയും എൻ്റെ ഫാമിലിയുടെ ഒക്കെ വക. അതുപോലെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ വകയായിട്ട് കാണുന്ന എല്ലാവർക്കും, കാരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വകയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിഷു ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ, അതിൻ്റെയൊക്കെ ക്ലിപ്സ് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.